പ്രിയപ്പെട്ട കൂട്ടുകാരെ, അക്ഷരപൂജയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് MT വാസുദേവൻ നായരുടെ ഒരു കഥയാണ്. കഥയുടെ പേര് സ്നേഹത്തിൻ്റെ മുഖങ്ങൾ. സ്നേഹത്തിൻ്റെ മുഖങ്ങൾ. വാതിൽ തുറന്നു. അരണ്ട വെളിച്ചത്തിൽ അയാൾക്ക് പെട്ടെന്ന് ആളെ തിരിച്ചറിഞ്ഞില്ല. സായിപ്പിൻ്റെ ബംഗ്ലാവിൽ നിന്ന് ആരെങ്കിലും ആയിരിക്കുമെന്നാണ് കരുതിയത്. ആരാണ്? ഇത് ഞാനാണ്. വെളിച്ചം അപ്പോഴാണ് ആ മുഖത്ത് വീണത്. ഒരു നിമിഷം അയാൾ അമ്പരന്നു പോയി. ആരാണിത്? ഒരു നിമിഷം മാത്രം. ഉടനെ അയാൾ അത്ഭുതത്തോടെ ചോദിച്ചു, ആരാ? അനിയനോ? അനിയൻ പ്രയാസപ്പെട്ടു ചിരിച്ചു. എന്നിട്ട് ഇടറുന്ന സ്വരത്തിൽ പറഞ്ഞു, രാജേട്ടൻ എന്നെ മനസ്സിലായല്ലോ. പശ്ചിമഘട്ടത്തിൽ നിന്ന് വരുന്ന ഒരു തണുത്ത കാറ്റ് പോർട്ടിക്കോയിലൂടെ ചീറിയടിക്കുന്നുണ്ടായിരുന്നു. പാൽ നിറയുള്ള പ്രകാശം പരത്തുന്ന വൈദ്യുത ദീപം കാറ്റിൽ ആടിക്കളിച്ചു. അതോടൊപ്പം മുറ്റത്തും പരിസരങ്ങളിലും നിഴലുകൾ നൃത്തം ചവിട്ടുകയായിരുന്നു. അയാൾക്ക് അപ്പോഴും അമ്പരപ്പ് മാറിയിരുന്നില്ല. താഴ്ന്ന സ്വരത്തിൽ അയാൾ പറഞ്ഞു, വരൂ, അകത്തേക്കിരിക്കാം. വാതിൽക്കൽ തൂക്കിയ വലിയ ചുവപ്പ് പൂക്കളുള്ള വിരി പിളർന്ന് അയാൾ അകത്തേക്ക് കടന്നു. പിറകെ അനിയനും. ഇരിക്കി. തുറന്നു കിടക്കുന്ന ജാലകത്തിലൂടെ തണുത്ത കാറ്റ് സ്വീകരണ മുറിയിലേക്ക് അടിച്ചു കയറുന്നുണ്ടായിരുന്നു. ചായം തേച്ച് ഇരുമ്പഴികൾക്കിടയിലൂടെ കൈയിട്ട് ജനാല ബന്ധിക്കുന്നതിനിടയിൽ അയാൾ വീണ്ടും പറഞ്ഞു, ഇരിക്ക്. അപ്പോൾ സ്വീകരണ മുറിയുടെ മധ്യത്തിൽ അനിയൻ പകച്ചു നിൽക്കുകയായിരുന്നു. നിലത്തെ നീലയും ചുവപ്പും വരകളുള്ള വിരിയിലും ചുമരിനോട് ചേർന്ന് വരി വരിയായിട്ട സോഫകളിലും കണ്ണാടിക്കൂട്ടിൽ വെച്ച് രാധാകൃഷ്ണന്മാരുടെ വെണ്ണക്കൽ പ്രതിമയിലും അനിയന്റെ കണ്ണുകൾ സഞ്ചരിക്കുന്നത് രാജേട്ടൻ കണ്ടു. മേശയുടെ പിറകിൽ നിന്ന് ചൂരൽ കസേര മുന്നിലേക്ക് വലിച്ചിട്ട് രാജേട്ടൻ ഇരുന്നു. അപ്പോഴും അനിയൻ സ്വീകരണ മുറിയിലെ കൗതുക വസ്തുക്കളിൽ അത്ഭുതത്തോടെ നോക്കുകയാണ്. മൂന്നാമതും അയാൾ ആവർത്തിച്ചു, അനിയൻ ഇരിക്കേ. അത് അനിയൻ കേട്ടുവെന്ന് തോന്നി. കണ്ണാടി പതിച്ച വട്ടമേശയ്ക്ക് അടുത്തിട്ട സ്റ്റൂളിൽ അയാൾ ഒതുങ്ങിയിരുന്നു. രാജേട്ടൻ എന്തോ പറയാനാഞ്ഞു. പെട്ടെന്ന് എന്തോ ഓർത്തുകൊണ്ട് നിർത്തി. എങ്ങനെയാണ് അനിയനോട് സംസാരിച്ചു തുടങ്ങേണ്ടതെന്ന് അയാൾ ആലോചിക്കുകയായിരുന്നു. നാട്ടിൽ നിന്നാണോ? അല്ല. ഇപ്പോൾ എവിടെയാണ്? എന്താണ് ജോലി എന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ അജ്ഞാതമായ ഒരു ഭയം അയാളെ തടഞ്ഞു നിർത്തി. മുഖം കുനിച്ച് നിലത്തെ പണികൾ നോക്കിയിരിക്കുന്ന അനിയനെ അയാൾ സശ്രദ്ധം നോക്കി. 9 വർഷങ്ങൾക്കു ശേഷം അയാൾ അനിയനെ കാണുകയാണ്. 9 വർഷങ്ങൾക്ക് മനുഷ്യ ശരീരത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തി തീർക്കാമെന്ന് അയാൾ അത്ഭുതപ്പെട്ടു പോയി. ശരീരം ചടച്ചു ചുളിഞ്ഞിരിക്കുന്നു. കഴുത്തിനു കീഴേ നിന്ന് 2 ഉരുണ്ട എല്ലുകൾ തുറച്ചു നിൽക്കുന്നു. ഒരു വെളുത്ത ഷർട്ടാണ് ഇട്ടിരിക്കുന്നത്. രോമം നിറഞ്ഞ ആ പരുക്കൻ മുഖം കണ്ടാൽ 32 വയസ്സ് ചെന്ന ഒരു യുവാവിൻ്റെയാണെന്ന് വിശ്വസിക്കാൻ ഞെരുങ്ങും. കാലത്തിൻ്റെ കൈപ്പാടുകൾ അത്രയധികം അവിടെ മായാതെ കിടക്കുന്നു. ഈശ്വരാ, അനിയൻ എന്തുമാത്രം മാറിപ്പോയി. 9 വർഷങ്ങൾ മാത്രം. അയാളുടെ മനസ്സിൽ ഓജസ്വിയായ ഒരു യുവാവിൻ്റെ ചിത്രമാണുള്ളത്. ചോര തുടിക്കുന്ന മുഖം, പ്രകാശമുള്ള കണ്ണുകൾ, കൺതടങ്ങളിലെ കറുപ്പു നിറത്തിന് ഒരഴകുണ്ടായിരുന്നു. മീശ കിളിർത്തു തുടങ്ങുന്നതേയുള്ളൂ. പിന്നെ ഉയർത്തി പിറകോട്ട് ചീകിവെച്ച സമൃദ്ധമായ മുടി. ചെറുപ്പത്തിൽ ആ മുടി കണ്ട് അയാൾ അസൂയപ്പെട്ടിട്ടുണ്ട്. അമ്മ പറയാറുണ്ടായിരുന്നു, അന്യന് എൻ്റെ തലോടിയാ കിട്ടിയിരിക്കണ്, രാജന് ഉള്ളില്ല, അച്ഛൻ്റെ എന്തി തന്നെ കഷ്ടിയാവും. ഇപ്പോൾ കറുത്തു മിന്നിയിരുന്ന മുടി മുക്കാലും കൊഴിഞ്ഞിരിക്കുന്നു. അസ്വാസ്ഥ്യത്തോടെ അയാൾ വീണ്ടും ഓർത്തു, കാലം എത്ര വേഗത്തിലാണ് മനുഷ്യനെ മാറ്റിക്കളയുന്നത്. എതിർവശത്തെ കണ്ണാടിയിൽ രാജേട്ടന് തൻ്റെ ഛായ കാണാമായിരുന്നു. ചെറുപ്പത്തിൽ എല്ലും തോലുമായിരുന്ന ശരീരം ഇപ്പോൾ തടിച്ചു കൊഴുത്തിരിക്കുന്നു. അധികരിച്ച മാംസം താങ്ങാൻ പലയിടത്തും അസ്ഥികൂടം ഞെരുങ്ങുന്നുണ്ടെന്ന് തോന്നും. താടിയല്ലുകൾ കിടക്കി തൂങ്ങുന്ന മാംസത്തിൻ്റെ ചുരുളുകൾ കഴുത്ത് പകുതിയും മറയ്ക്കുന്നുണ്ട്. തൻ്റെ മുഖത്ത് ഇപ്പോഴും ചോരത്തുടിപ്പുണ്ട്. നെറ്റിക്ക് ഇരുവശവും നീലിച്ച ഞരമ്പുകൾ തെളിഞ്ഞു കാണാം. തടി ഉണ്ടെങ്കിലും ഉള്ള വയസ്സുപോലും മതിക്കില്ല. അനിയന് തന്നെക്കാളും 5 വയസ്സ് കുറവാണ്. അനിയന് 5 വയസ്സുള്ളപ്പോഴാണ് അമ്മ 3ാമത് പ്രസവിച്ചത്. കഴിഞ്ഞുപോയവയെപ്പറ്റി പറയുമ്പോഴെല്ലാം അമ്മ പറയാറുണ്ടായിരുന്നു, അന്ന് അനിയന് വയസ്സ് 5. അയാൾ വീണ്ടും അനിയനെ ശ്രദ്ധിച്ചു.
തനിക്ക് പ്രവേശിക്കാൻ അധികാരമില്ലാത്ത ഒരിടത്ത് എത്തിപ്പെട്ട അസ്വാസ്ഥ്യത്തോടെ അയാൾ നെറ്റിയിൽ വിരലുകൾ ഓടിച്ചുകൊണ്ടിരുന്നു. വിയർക്കുകയാണ്. വേർപെടുത്തുവാൻ വയ്യാത്ത ചിന്തകളോടൊപ്പം ദുഃഖത്തിന്റെ ഒരു കറുത്ത രേഖ ഹൃദയത്തിലേക്ക് നീണ്ടുവരുന്നത് പോലെ അയാൾക്ക് തോന്നി. അപ്പോഴാണ് പെട്ടെന്ന് എന്തോ ഓർത്തത്. അനിയന് ചായ കൊടുത്തിട്ടില്ല. അകത്തെ വാതിൽക്കലേക്ക് അയാൾ വിളിച്ചു, ഭാഗി. അനിയൻ പതുക്കെ മുഖമുയർത്തി വാതിൽക്കലേക്ക് നോക്കി. വീണ്ടും നിലത്തെ വർണ്ണശബളമായ വിരിയിലേക്ക് മിഴികൾ താഴ്ത്തി. രാജേട്ടൻ വീണ്ടും അതേ സ്വരത്തിൽ വിളിച്ചു, ഭാഗിയേ. വാതിൽക്കൽ പ്രത്യക്ഷപ്പെട്ടത് മുഷിഞ്ഞ ട്രൗസർ ഇട്ട കവിളത്ത് കരികൊണ്ട് ചിത്രപ്പണികൾ ചെയ്ത വേലക്കാരനാണ്. അമ്മ സുഖല്യാന്ന് പറഞ്ഞ് നേരത്തെ കിടന്നിറക്കണം. ഊണെടുത്ത് വെക്ക് രണ്ടാൾക്ക്. അപ്പോൾ അനിയൻ ധൃതിയിൽ പറഞ്ഞു, എനിക്ക് ഊണ് വേണ്ട, ഇവിടെ എല്ലാം തയ്യാറായിരിക്കണോ? വേണ്ട, രാത്രി കുറച്ചു കാലമായിട്ട് ഉണ്ണാൻ വയ്യ, ഗ്യാസ് ട്രബിളാണ്. അപ്പോഴും രാജേട്ടൻ ഓർത്തു, ചെറുപ്പത്തിൽ തിന്നുന്ന കാര്യത്തിൽ അനിയനെ തോൽപ്പിക്കാൻ ആരുമില്ല. ഒരോണക്കാലത്ത് വാത് വെച്ചപ്പോൾ ഇരുന്ന ഇരുപ്പിൽ 27 പഴമുറുക്ക് തിന്നത് അനിയനാണ്. എന്നാൽ കാപ്പിയും ബ്രെഡും കഴിക്കാം. അനിയൻ നിശബ്ദത കൊണ്ട് അത് സമ്മതിച്ചു. പരിചാരകൻ അകത്ത് പോയപ്പോൾ അയാൾ ആരോടൊന്നില്ലാതെ പറഞ്ഞു, ഭാഗി കടന്നെന്ന് തോന്നണം. ആ കെട്ടിടത്തിന്റെ മുകളിൽ എവിടെ നിന്നോ ഒരു നേർത്ത റേഡിയോ ഗാനം ഒഴുകി വരുന്നുണ്ടായിരുന്നു. അനിയൻ ഒരാശ്വാസത്തോടെ പറഞ്ഞു, വിളിച്ചു ബുദ്ധിമുട്ടിക്കണ്ട ഞാൻ. എന്നിട്ട് എന്തോ ഓർത്തുകൊണ്ട് ചോദിച്ചു, കുട്ടികൾ എത്ര ആളുണ്ട്? 2 പെണ്ണാണ്. അവര് സന്ധ്യയ്ക്ക് മുമ്പേ ഉറങ്ങും. അനിയനെ പറ്റി അയാൾക്ക് പലതും ചോദിച്ചറിയണമെന്നുണ്ടായിരുന്നു. ജോലി എന്താണ്? വിവാഹം കഴിച്ചോ? കുഞ്ഞുങ്ങളുണ്ടോ? 9 വർഷം മുമ്പ് അകന്നു പോയതാണ്. അതിൽ പിന്നെ ഒന്നും വ്യക്തമായി അറിയില്ല. അപവാദങ്ങൾ ചിലത് അപ്പോൾ എങ്ങനെയൊക്കെയോ ചെവിയിലെത്തിയിരുന്നു. സഞ്ചരിക്കാൻ വേഗത്തിൽ കഴിയുന്നത് അതിനാണല്ലോ. അമ്മ മരിച്ചെന്നറിഞ്ഞ് നാട്ടിലെത്തിയപ്പോൾ അനിയനെ കണ്ടുമുട്ടുമെന്നു കരുതിയിരുന്നു എന്നല്ല പറയേണ്ടത്, ഭയപ്പെട്ടിരുന്നു. പക്ഷേ അനിയൻ വന്നില്ല. ഏത് നാട്ടിലാണാവോ? തള്ളെ തെക്കേ കണ്ടത്തിലേക്ക് എടുക്കാൻ കൂടി വന്നില്ലല്ലോ നീശൻ. ശവസംസ്കാരത്തിനെത്തിയ ഒരു കാരണവർ പറഞ്ഞു. അയാൾ അത് കേട്ടു നിന്നു. അപ്പോൾ മനസ്സ് പിറുപിറുക്കുകയായിരുന്നു. അവൻ ഇനി വരില്ല. വേണ്ട, വിസ്മൃതിയുടെ ഇരുണ്ട മാളങ്ങളിൽ ആ നാളുകൾ ഉറങ്ങിക്കിടക്കട്ടെ. അയാൾ തൻ്റെ തത്വശാസ്ത്രം ഓർമ്മിച്ചു. ഒരിക്കലും തിരിഞ്ഞു നോക്കാതിരിക്കുക. കാരണം പിന്നിട്ട കാൽപ്പാടുകളിൽ ചോരയും കണ്ണീരും വിയർപ്പും കാണും. അയാൾ ചൂരൽ കസേരയിൽ നിന്ന് എഴുന്നേറ്റു. മേശപ്പുറത്തെ ടിന്നിൽ നിന്ന് ഒരു സിഗരറ്റ് എടുത്തു കത്തിച്ചു. അനിയന് കുളിയില്ല. വീണ്ടും നിമിഷങ്ങൾ തണുത്തുറഞ്ഞു പോകുന്നു. മുകളിലേക്ക് പുളഞ്ഞു ഉയരുന്ന നീല പുക ചുരുളുകളിലേക്ക് നോക്കിക്കൊണ്ട് അയാൾ പറഞ്ഞു, നിന്റെ ഒരു വിവരവും എനിക്കില്ല. തണുത്ത മട്ടിൽ അനിയൻ ഒന്ന് മൂളി. അയാൾ വീണ്ടും അത്ഭുതപ്പെടുകയായിരുന്നു. എത്ര വേഗത്തിലാണ് അവൻ അകന്നു പോയത്. കുട്ടിക്കാലത്ത് ഒരനിയനിലും അധികം ഒരു ചങ്ങാതിയായിരുന്നു. മൂശാരിയുടെ ആലയ്ക്കപ്പുറത്തുള്ള ഒഴിഞ്ഞ പറമ്പിൽ തലമ കളിച്ചു, കൊത്തങ്കല്ലാടി. അമ്മ കാണാതെ കാശ് കട്ടെടുത്ത് തീത്താച്ചുമ്മയുടെ പിടിയെന്ന് അരിമുറുക്ക് വാങ്ങിത്തുന്നു. കണ്ടുപിടിച്ചപ്പോൾ ഒരുമിച്ച് തല്ലുകൊണ്ടു. ആനപ്പാറയുടെ മുകളിൽ നിന്ന് ആകാശത്തേക്ക് കല്ലുകൾ എറിഞ്ഞു. വഴിവക്കിലെ മാന്തോപ്പുകളിൽ മുഴുവൻ ചുറ്റി നടന്നു. ഒരുമിച്ച് പഠിക്കാൻ പോയി. 5 വയസ്സിന് താഴെയാണെങ്കിലും അനിയൻ പലതും കൽപ്പിക്കും. അയാൾ അനുസരിക്കും. അവനാണ് ശക്തി. കളിക്കാനിരുന്നാൽ അവനെ ജയിക്കൂ. 2ൽ 2 കൊല്ലവും 4ൽ 2 കൊല്ലവും താൻ ഇരുന്നപ്പോഴേക്ക് അനിയനൊപ്പം എത്തി. അമ്മ ഇടയ്ക്കിടെ പറയും, പോത്തൻ, അനിയനെ നോക്കടാ, അവൻ്റെ ബുദ്ധി നിനക്ക് കിട്ടില്ലല്ലോ. അനിയൻ ഒപ്പമെത്തിയതിൽ അസൂയ തോന്നിയില്ല. കാരണം പറങ്കിമാവിൻ തോപ്പിൽ കടന്ന് ആരും കാണാതെ മാങ്ങ എറിഞ്ഞു കൊഴിക്കാനായി കൂട്ടുകാരോട് തല്ലുപിടിക്കാനും അനിയനുണ്ടായാൽ ധൈര്യമുണ്ട്. ഹൈസ്കൂളിലും ഒരുമിച്ചാണ് പഠിച്ചത്. പഠിക്കാൻ മിടുക്കൻ അനിയനാണ്. അതുകൊണ്ട് തന്നെയായിരിക്കും അനിയനെ ആയിരുന്നു എല്ലാവർക്കും കൂടുതൽ ഇഷ്ടം. എന്തു ചെയ്താലും പറയുന്നത്, എൻ്റെ താഴെ ഉള്ളതല്ലേ, അവൻ്റെ അത്രയെങ്കിലും തൻ്റെ ഇടണ്ടോ നിനക്ക്. വലിയമ്മാവനും അനിയനെ ആയിരുന്നു കൂടുതൽ ഇഷ്ടം. പരിചാരകൻ തിളങ്ങുന്ന തളികയിൽ കാപ്പിപ്പാത്രങ്ങളുമായി കടന്നു വന്നു
തളിക ജനാലയുടെ തിണ്ടിൽ വെച്ച് മേശപ്പുറത്തു നിന്ന് വർത്തമാന പത്രങ്ങൾ മാറ്റിവെച്ചു. അപ്പോൾ അയാൾ കണ്ടു, മേശപ്പുറത്തെ കണ്ണാടിച്ചില്ലിനടിയിൽ വെച്ച പടത്തിൽ അനിയന്റെ കണ്ണുകൾ തറച്ചു നിൽക്കുകയായിരുന്നു. വെണ്ണ പുരട്ടിയ റൊട്ടി കഷ്ണങ്ങൾ നിറച്ച വെള്ളപ്പിഞ്ഞാണം മേശപ്പുറത്ത് വെച്ചപ്പോൾ ചിത്രം മാഞ്ഞുപോയി. കാപ്പി കഴിക്കാം, എനിക്ക് ഉണ്ണാൻ താമസമുണ്ട്. പരിചാരകൻ മേശ അനിയന്റെ കാൽമുട്ടിനടുത്തേക്ക് നീക്കിവെച്ചു. വെള്ളിപ്പിഞ്ഞാണം സ്ഥാനത്തു നിന്ന് അല്പം മാറ്റിവെച്ചു. അയാൾ വീണ്ടും ചിത്രം നോക്കുകയായിരുന്നു. രാജേന്ദ്രൻ അത് കാണുന്നില്ലെന്ന ഭാവത്തിൽ ചുമരിൽ തൂക്കിയ പൊയ്കയിൽ നിന്ന് വെള്ളം കുടിക്കുന്ന നരിയുടെ ചിത്രവും മൂലയിലെ ക്ലോക്കിനകത്ത് ഊഞ്ഞാലാടുന്ന സുന്ദരിയുടെ രൂപവും നോക്കിക്കൊണ്ടു നിന്നു. തിരിഞ്ഞ് നോക്കാതിരിക്കുക. തൻ്റെ ഭാവഭേദങ്ങൾ അനിയൻ ശ്രദ്ധിക്കുമോ എന്ന് ഭയന്ന് അയാൾ പടിഞ്ഞാറ് വശത്തെ ജനാലയ്ക്ക് മുന്നിൽ ചെന്നു നിന്നു. അല്പം മുമ്പ് അടച്ചിട്ട ആ ജാലകം അയാൾ തുറന്നു. തുളച്ചു കയറുന്ന തണുത്ത കാറ്റ് മുഖത്തടിച്ചുകൊണ്ട് മുറിക്കകത്തേക്ക് തിരക്കി കടന്നു. ജനാലയ്ക്ക് താഴെ മുറ്റത്തെ മന്ദാര പടർപ്പിൽ മിന്നാമിനുമുകൾ ഒളിച്ചു കളിക്കുകയായിരുന്നു. ദൂരെ പാതയ്ക്കപ്പുറം വെളിസ്ഥലത്ത് മഞ്ഞു മൂടി നിൽക്കുന്നു. അതിനിടയിലായി ക്രിസ്മസ് കേക്കിന്റെ ആകൃതിയിലുള്ള ഒരു മണിമാളികയുടെ രൂപം അവ്യക്തമായി കാണാം. വിദൂരതയിൽ പശ്ചിമഘട്ടത്തിലെ ഇരുണ്ട മലനിരകളുടെ ശീർഷങ്ങളിൽ വെൺമേഘങ്ങളും കോടയും കെട്ടിപ്പുണരുന്നു. മുകളിലെ ഉറക്കറയിൽ നിന്ന് റേഡിയോയിലൂടെ നേർത്ത ഒരു വേണുഗാനം അപ്പോഴും തണുത്ത അന്തരീക്ഷത്തിലേക്ക് ഒഴുകി വരുന്നുണ്ട്. അയാൾ ചെവിയോർത്തു. ഭാഗി ഉറങ്ങിയിട്ടില്ല, വിളിക്കണോ? അയാൾ മുഖം തിരിച്ച് അനിയനെ ഒന്ന് നോക്കി. ചുണ്ടോളമെത്തിയ കാപ്പിപ്പാത്രം അനങ്ങാതെ നിൽക്കുന്നു. കണ്ണാടിച്ചില്ലിലേക്ക് കണ്ണുകൾ കുഴിഞ്ഞിറങ്ങിയിരിക്കുകയാണെന്ന് തോന്നും. ഭാഗി ഇപ്പോൾ അനിയനെ കാണുകയാണെങ്കിൽ. വിവാഹത്തിനു ശേഷം അവർ സംസാരിക്കുന്നത് എപ്പോഴും കരുതലോടെയായിരുന്നു. വിഷയം ഒരിക്കലും അനിയനിൽ ചെന്നു മുട്ടാതിരിക്കാൻ അവർ ശ്രദ്ധിച്ചിരുന്നു. ചെറുപ്പത്തിൽ ഭാഗ്യയ്ക്ക് അനിയനോടായിരുന്നു കൂടുതൽ ഇഷ്ടം. അയാളെ പരിഹാസമായിരുന്നു. അവൾ അയാളെ കളിയാക്കി വിളിക്കാൻ ഒരു പേരും കണ്ടെത്തി, വഞ്ചിപ്പോത്തൻ. വേനൽ പൂട്ടിന് വലിയമ്മാമന്റെ വീട്ടിൽ 1 മാസം താമസിക്കും. തൊട്ടടുത്തു തന്നെയാണ് ആ വീട്. അവിടെ പരമസുഖമാണ്. വലിയമ്മാമന് ധാരാളം പണമുണ്ട്. അദ്ദേഹം ബോംബെയിലെ ഒരു വലിയ കമ്പനിയിൽ ഉദ്യോഗസ്ഥനായിരുന്നു. പാടത്തിന്റെ കരയിൽ ആ കൂറ്റൻ മാളിക വീട് പണി ചെയ്യിച്ചത് അദ്ദേഹമാണ്. അന്നെല്ലാം വലിയമ്മായിക്കും ഭാഗ്യക്കുമൊക്കെ അനിയനെ ആയിരുന്നു കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് തനിക്കെന്താ, ആദ്യമൊക്കെ ആലോചിച്ചത് അങ്ങനെയാണ്. രാത്രിയിൽ നിലാവ് വീഴുന്ന പടിഞ്ഞാറേറയത്തിരുന്ന് അനിയൻ കഥ പറയും. അനിയൻ ഒരുപാട് കഥകൾ അറിയാം. രാജകുമാരിയെ കിളിയാക്കിയ കഥ, തൊട്ടതൊക്കെ സ്വർണമാവുന്ന വരം കിട്ടിയ കഥ. ഭാഗ്യയ്ക്കും ആ കഥകളെല്ലാം വലിയ ഇഷ്ടമാണ്. അവൾക്ക് പാടാനറിയും. അവരുടെ വാടക വീട്ടിൽ പാർക്കുന്ന അമ്മിണി മിസ്ട്രസ് അവളെ പാട്ട് പഠിപ്പിക്കുന്നുണ്ട്. അയാൾ അവിടെ ചെന്നിരിക്കുന്നത് അവർക്കിഷ്ടമല്ല. അനിയൻ പറയില്ല, പക്ഷേ ഭാഗ്യ പറയുക തന്നെ ചെയ്യും. ഈ രാജേട്ടന് തിരിവിട്ടിരുന്നൂടെ? അവളെ വെറുക്കാൻ ശ്രമിച്ചു. ഒരിക്കൽ വലിയമ്മായി പറയുന്നത് കേൾക്കാൻ ഇടയായി. അനിയൻ പഠിച്ച് നന്നാവൂ, എൻ്റെ ഭാഗീരഥയ്ക്കുള്ളതാ ഓന്. അപ്പോൾ കൂടുതലായി വെറുക്കാൻ ശ്രമിച്ചു. പക്ഷെ അവളുടെ പട്ടുനാട കൊണ്ട് കെട്ടിയിട്ട തലമുടിയുടെ സുഖകരമായ മണവും ചുവന്ന കവിൾത്തടങ്ങളിലെ വെളുത്ത പാലുണ്ണിയും അയാൾക്ക് ഇഷ്ടമായിരുന്നു. വളർന്നു വരുന്നതോടെ അവളുടെ ചന്തം വർദ്ധിക്കുകയാണ്. അവൾ അനിയനുള്ളതാണെന്ന് അതോർത്തപ്പോൾ ആരോടെന്നില്ലാതെ അടക്കാനാവാത്ത അമർഷം തോന്നി. ഒരു സംഭവം ഓർമ്മയിൽ വരികയാണ്. ആരും കാണാതെ ഒരിക്കൽ ഒരു അപകടം ചെയ്തു. അന്ന് 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. മുകളിൽ ആരുമില്ലാത്ത അവസരം നോക്കി ഇടനാഴിയിലെ ഇരുമ്പു കമ്പിയിലിട്ട ഭാഗ്യയുടെ പുള്ളിപ്പാവാട എടുത്ത് ട്രൗസറിനു മേലെ ഒന്ന് ഉടുത്തു നോക്കി. ഹായ്, കോരി തരിച്ചുപോയി. ആ പാവാടയ്ക്ക് സോപ്പിൻ്റെ മണമുണ്ട്, സുഖകരമായ മണം. പക്ഷെ അത് കണ്ടുപിടിക്കപ്പെട്ടു. എന്നിട്ട് തല നിവർത്തി നടക്കാൻ വയ്യാതായി. ഭാഗ്യയുടെ മുമ്പിൽ ചെല്ലാൻ പോലും മടിച്ച് പലരും കളിയാക്കി. പെങ്കൂസൻ. കരളിൽ ഒരു തീപ്പൊരി നീറുകയായിരുന്നു. ഹൈസ്കൂളിലെ പഠിപ്പ് കഴിഞ്ഞു. അനിയൻ സ്കൂളിൽ 1ാമനായി പാസ്സായി. ഭാഗ്യത്തിന് അയാളും ഞെരുങ്ങി കടന്നുകൂടി. തുടർന്ന് പഠിപ്പിക്കാൻ അമ്മയ്ക്കാവില്ല. അമ്മ വല്യോപ്പയ്ക്ക് എഴുതി. വലിയമ്മാമൻ ഒരാളെ പഠിപ്പിക്കാമെന്നേറ്റു. അനിയൻ പഠിക്കട്ടെ, ഓനാണ് നല്ല മാർക്കുള്ളത്, അമ്മ പറഞ്ഞു. വലിയമ്മായിയും അത് ഉറപ്പിച്ചു. പക്ഷെ അയാൾക്കത് പൊറുക്കാനായില്ല. പഠിച്ച് അനിയൻ വലിയ ആളാകുന്നത് ഇരുന്നു കാണേണ്ടി വരും. അനിയൻ ഉദ്യോഗസ്ഥനാകും. ഭാഗ്യ അനിയൻ്റെ സ്വന്തമാവും. വെള്ളരിക്കണ്ടത്തിലും വെളിച്ചം കുറഞ്ഞ പടിഞ്ഞാറ്റയ്ക്ക് മുകളിലുമായി താൻ വർഷങ്ങൾ കഴിക്കേണ്ടി വരും.
പഠിക്കാൻ അയച്ചിട്ടില്ലെങ്കിൽ ഞാൻ വല്ലതിക്കലും പോവും. അമ്മ ശാസിച്ചു. നീ തന്നെ ഒന്ന് ആലോചിക്ക്, എന്നെ ജന്മ അമ്മ കാണില്ല. അയാൾ വാശി പിടിച്ചു നിന്നു. അനിയനും വിട്ടുകൊടുക്കാൻ തയ്യാറില്ലായിരുന്നു. അയാൾ അനിയനോട് ചോദിച്ചു, എടാ ഞാൻ നിന്റെ ഏട്ടനല്ലേ? അനിയൻ മിണ്ടിയില്ല. നിനക്ക് ഇനിയും പഠിക്കാം, വയസ്സ് അത്രയല്ലേ ആയിട്ടുള്ളൂ. ഒരു രാവും പകലും അയാൾ ഉണ്ടില്ല. പവിഴമല്ലി ചുവട്ടിലെ കൽത്തറയിൽ പോയിരുന്നു കരഞ്ഞു. അപ്പോൾ അപ്രതീക്ഷിതമായി അനിയൻ പറഞ്ഞു, രാജേട്ടൻ പഠിച്ചോട്ടെ. അത് പറയുമ്പോൾ അനിയന്റെ കണ്ണുകൾ തുളുമ്പിയിരുന്നത് അയാൾ കണ്ടു. അത് ജീവിതത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു. പരിചാരകന്റെ ശബ്ദം കേട്ടപ്പോൾ അയാൾ ഞെട്ടിത്തിരിഞ്ഞു. കുളിമുറിയിൽ വെള്ളമൊഴിച്ചിരിക്കണു. അയാൾ മൂളി. പരസ്പരം നോക്കാതെ അവർ അഭിമുഖമായി ഇരുന്നു. പുറത്ത് കാറ്റിന്റെ ഇരമ്പം കേൾക്കാം. നിലത്തും ചുമരുകളിലും സോഫകളിലെ തുന്നൽ പണികളിലും ഇടയ്ക്ക് അനിയന്റെ കണ്ണുകൾ വീണ്ടും മേശപ്പുറത്തെ കണ്ണാടിച്ചിലിൽ വന്നു മുട്ടി. അപരാധബോധത്തോടെ രാജേട്ടനെ ഒന്ന് നോക്കിയ ശേഷം അനിയൻ എതിർവശത്തെ കണ്ണാടിയിലേക്ക് മിഴികൾ അയച്ചു. തൻ്റെ പ്രതിബിംബം അയാൾ വിദ്യുത് പ്രകാശത്തിൽ തെളിഞ്ഞു കണ്ടു. സ്വീകരണ മുറിയുടെ മനോഹര പശ്ചാത്തലത്തിൽ തൻ്റെ വികൃത രൂപം ഒരു കൈക്കുറ്റപ്പാടാണെന്ന് തോന്നി. അത്ര മനോഹരമായ ഒരു ഗൃഹം അയാൾ സ്വപ്നം കണ്ടിട്ടില്ല. ഒരു കൊച്ചു വീടിനകത്ത് അയാളുടെ ആഗ്രഹങ്ങൾ ഒതുങ്ങി നിന്നു. അവിടെ നിലത്ത് ചായപ്പണികൾ ചെയ്ത പരവതാനികളില്ല, വർണ്ണചിത്രങ്ങളും കണ്ണാടി ചില്ലു പതിച്ച മേശകളും ഊഞ്ഞാലാടുന്ന സുന്ദരിയിരിക്കുന്ന ക്ലോക്കുമില്ല. പക്ഷേ ചുവന്ന സിമന്റ് ഇട്ട നിലത്ത് തുടുത്ത കാലടികൾ പതിപ്പിച്ചുകൊണ്ട് ധൃതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ജോലി ചെയ്യുന്ന ഒരു പെൺകിടാവിനെ അയാൾ കണ്ടിരുന്നു. അവളുടെ തുടുത്ത കവിൾത്തടത്തിൽ ഒരു വെളുത്ത പാലുണ്ണിയുണ്ട്. രാജേട്ടൻ പഠിക്കാൻ പോയി. അയാൾ അതിന് സമ്മതിച്ചു. അതൊരു ത്യാഗാവുമെന്ന് അയാൾ കരുതിയില്ല. അങ്ങനെ കരുതാത്തതല്ലേ പലതും സംഭവിച്ചത്. കാലം ധാരണകളെ തിരുത്തി എഴുതുന്നു. കോളേജ് അടച്ചു വന്നപ്പോൾ രാജേട്ടൻ ആകെ മാറിപ്പോയിരുന്നു. കുറെ കൂടി വളർന്നിരിക്കുന്നു. ഭംഗിയുള്ള ഉടുപ്പുകളുണ്ട്. സമീപത്തിലൂടെ കടന്നു പോകുമ്പോൾ പൗഡറിന്റെ മണമുണ്ട്. ഇപ്പോൾ തപ്പിത്തടയാതെ എന്തെങ്കിലും പറയാൻ അറിയാം. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നഗരത്തിലെ കഥകൾ, കോളേജിലെ കഥകൾ, ഹോസ്റ്റലിലെ കഥകൾ. അപ്പോൾ കിളിവാതിലിലൂടെ അല്പമാത്രം വെളിച്ചം വീഴുന്ന മുറിക്കകത്തിരുന്ന് അയാൾ സ്വയം ശപിക്കുകയായിരുന്നു. തൻ്റെ കിളിയായി മാറിയ രാജകുമാരിയുടെ കഥ ഇപ്പോൾ ഭാഗ്യയ്ക്കു കേൾക്കേണ്ട. അവൾ വളർന്നിരിക്കുന്നു. അവൾക്ക് നഗരത്തിലെ വിശേഷങ്ങൾ കേൾക്കണം. നോക്കൂ, രാജേട്ടൻ തന്നതാ. അയാൾ കണ്ടു. ഭംഗിയുള്ള മുടിപ്പൂവുകൾ, കൃത്രിമ മുത്തുകൾ കൊണ്ടുണ്ടാക്കിയ മാലകൾ. വലിയമ്മായിക്ക് ഇപ്പോൾ രാജനെ പറ്റി പറയാനുണ്ട്. കോളേജ് തുറന്നു. രാജേട്ടൻ പോയി. അയാൾ ഞാറ്റുപടിയിലെ വെള്ളരി കണ്ടത്തിലേക്ക് ഇറങ്ങി. എങ്ങനെയെങ്കിലും നാട് വിട്ടു പോകണം. ഒരു ചെറിയ ജോലിയും വേണം. 3 നാഴിക നടന്ന് ദിവസവും പത്രങ്ങൾ നോക്കി. ആരും കാണാതെ പരസ്യങ്ങൾ കുറിച്ചെടുത്തു. അപേക്ഷകൾ അയച്ചു. വേദനയോടെ അരിശത്തോടെ അയാൾ യാഥാർത്ഥ്യം മനസ്സിലാക്കി. ഭാഗി അകലുകയാണ്. രാജേട്ടൻ അമ്മയ്ക്ക് വല്ലപ്പോഴുമൊക്കെ ഓരോ കത്തയക്കും. വലിയമ്മായിക്കും ഭാഗിക്കും മുറയ്ക്ക് കത്തുകൾ വരുന്നുണ്ട്. ചിലപ്പോൾ അമ്മ പറയും, എടാ നീ ഒന്ന് പുതിയ വീട്ടിൽ പോയി വിവരം അറിഞ്ഞു വാ. അയാൾ മുറുമുറുക്കും, ഒന്ന് ചെല്ലടാ, അന്യ നാട്ടിലല്ലേ ഓൻ കിടക്കണ്. പുകഞ്ഞ് അവസാനം അത് പൊട്ടിത്തെറിച്ചു. അപ്പോൾ രാജേട്ടൻ പരിഹാസം കലർന്ന ഒരു ചിരിയോടെ ചോദിച്ചു, ഞാൻ എന്തേ ചെയ്തത്? ഒന്നും ചെയ്തില്ലേ? ഇതെന്നോട് വേണ്ടിയിരുന്നില്ല. അപ്പോൾ മുഖത്തടിച്ചതുപോലെ രാജേട്ടൻ പറഞ്ഞു, ചെല്ല്, വലിയ മാമ മോളെ നിനക്ക് ദാനം തരാൻ വെച്ചിരിക്കല്ലേ. അത് അന്ന് കേട്ടതും പറഞ്ഞതുമായ വാക്കുകളെല്ലാം മറവിയിൽ താണു കിടക്കട്ടെ. ഭാഗ്യയോട് പറയാൻ പലതും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു ദിവസം ഉച്ചയ്ക്ക് അവളുടെ മുറിയിലേക്ക് കടന്നു ചെന്നു. അപ്പോൾ ഭാഗ്യ ചാരുകസേരയിൽ കിടന്നുറങ്ങുകയായിരുന്നു. വാതിൽക്കൽ നിന്നുകൊണ്ട് അയാൾ ഒരു നിമിഷം അവളെ നോക്കി. അവളിപ്പോൾ പഴയ കഥ കേട്ടിരിക്കുന്ന കുട്ടിയല്ല. വിയർപ്പുതുള്ളികൾ പൊടിഞ്ഞു നിൽക്കുന്ന നെറ്റിത്തടത്തിലും മുടിയിഴകൾ കിടക്കുന്ന മാറിടത്തിലും പട്ടുജാക്കറ്റിന് താഴെ കൂമ്പാള പോലെ കാണുന്ന നഗ്നമായ വയറിലും കണ്ണുകൾ സഞ്ചരിച്ചു. നിയന്ത്രണത്തിന്റെ ശൃംഖലകൾ ഉറങ്ങുകയായിരുന്നു. ഉറങ്ങിക്കിടക്കുന്ന ആ പെൺകിടാവിനെ വാരിയെടുത്ത് മുറുകെ കൈകൾക്കുള്ളിൽ ബന്ധിച്ചു നിർത്താനാണ് തോന്നിയത്. പക്ഷേ പലതും ഓർത്തുപോയി. രാജേട്ടൻ, അമ്മ, വലിയമ്മായി. ആ ധൈര്യത്തിൽ ആവേശം ഉരുകിപ്പോയി. പതുക്കെ കവിളത്തെ ചുണ്ടുകൾ അമർത്തിയാൽ ഉണരുമോ? വേണ്ട. വീർത്തുകൊണ്ട് അയാൾ തിരിഞ്ഞു നടന്നു.
രാജേട്ടൻ എല്ലാം നേടി. ഭാഗ്യയുടെ കഴുത്തിൽ രാജേട്ടൻ മാലയിടുന്നത് അയാൾ നോക്കി നിന്നു. നഗരത്തിൽ വലിയ ഉദ്യോഗവും വലിയ മാമൻ ഒരുക്കി വെച്ചിരുന്നു. കല്യാണപ്പന്തലിൽ ആളുകൾ കിടന്നുറക്കമായപ്പോൾ അയാൾ എഴുന്നേറ്റു നടന്നു. ആരോടും പറഞ്ഞില്ല. എങ്ങോട്ടാണ് പോകുന്നതെന്ന് ആലോചിച്ചില്ല. അതിൽ പിന്നെ 9 വർഷങ്ങൾ ജീവിതത്തിൻ്റെ തീരങ്ങളിൽ വന്നടിച്ച് ചിതറി വീണു. അതിലിടയ്ക്ക് വേണ്ട, അതോർക്കുമ്പോൾ കണ്ണുകൾ നനയും. വിശപ്പും വേദനയും വിഴുങ്ങി ഉറങ്ങാതെ സിമന്റ് തിണ്ണകളിൽ കഴിച്ച രാവുകൾ, പൊട്ടിപ്പൊളിഞ്ഞ ചുമരും കരിപിടിച്ച നിലവുമുള്ള താണതരം ഹോട്ടൽ മുറികൾ, യാമങ്ങൾ മാത്രം നീണ്ടു നിൽക്കുന്ന പ്രേമം പകർന്നു തരുന്ന കൊച്ചുപുരകൾ. ആ കാലത്തെ അയാൾ ഭയപ്പെടുന്നു. അവസാനം അപ്പോൾ ദൂരെ തുണിമില്ലുകളുടേതായ നഗരത്തിൽ അതിർത്തിക്കടുത്തുള്ള പുൽമേഞ്ഞ ഒരു പുരയിലെ ചൂടിക്കട്ടിലിൽ കറുത്ത കമ്പിളിക്കടിയിൽ കിടന്നു ഞരങ്ങുന്ന ഒരു രൂപം അയാൾ കണ്ടു. അവൾ പാൽക്കാരൻ്റെ മകളായിരുന്നു. അയൽവക്കത്തെ പരിചാരികയായിരുന്നു. വലിയ വട്ടമുഖത്ത് നിറയെ വസൂരി കുത്തുകളുള്ള ഒരു സ്ത്രീ. അവൾക്ക് തന്നെക്കാളും പ്രായം കാണും. എന്നിട്ടും അവളെ വിവാഹം കഴിച്ചു. ആ രാത്രി അയാൾ ഓർക്കുന്നു. മില്ലിൽ നിന്ന് 1 മാസത്തെ ശമ്പളം അഡ്വാൻസ് കിട്ടിയിരുന്നു. 40 ഉറുപ്പിക. സന്ധ്യയ്ക്ക് പാർപ്പിടത്തിലേക്കുള്ള ഒതുക്കുകൾ കയറുമ്പോൾ കാലുകൾ ഉറച്ചിരുന്നില്ല. ബോധം മങ്ങുകയായിരുന്നു. വരാന്തിയിൽ എത്തിയപ്പോൾ തൂണിൽ പിടിച്ചുകൊണ്ട് നിന്ന് ഛർദ്ദിച്ചു. തളർന്നു താഴെയിരുന്നു. വീണ്ടും ഛർദി. അപ്പോൾ ഓട്ടുവളകളിട്ട ഒരു കൈ പുറത്തു തടവുന്നുണ്ടായിരുന്നു. വീണ്ടും കണ്ണു തുറന്നപ്പോൾ മുറിക്കകത്ത് കിടക്കുകയാണ്. വീശിക്കൊണ്ട് സമീപത്തിരിക്കുന്ന അവൾ വാ പൊളിക്കാൻ പറഞ്ഞു. അയാൾ വാ പിളർന്നു. അവൾ കൊഴുത്ത മോര് വായിലേക്ക് ഒഴിച്ചു തന്നു. എണീക്ക്. അയാൾ പ്രയാസപ്പെട്ട് എഴുന്നേറ്റു. അവൾ പുറം താങ്ങിക്കൊണ്ട് കുളിമുറിയിലേക്ക് നടത്തിക്കൊണ്ടുപോയി. ഷർട്ടൂര്. അയാൾ ഷർട്ടൂരി. തോർത്തുമുണ്ട് കയ്യിൽ തന്നു പറഞ്ഞു. മുണ്ടുമാറ്. അതുമനുസരിച്ചു. സിമന്റ് തൊട്ടിയിൽ നിന്ന് ഓട്ട് പാത്രം കൊണ്ട് തുടരെ അവൾ വെള്ളം മുക്കിയൊഴിച്ചു. കുളി കഴിഞ്ഞപ്പോൾ തലയ്ക്കകത്ത് പ്രകാശം പരന്നതുപോലെ തോന്നി. ഇതിനൊക്കെ ഒരതിര് വേണം. അവൾ ശാസിച്ചു. അയാൾ മാപ്പിരക്കുന്ന മട്ടിൽ അവളുടെ മുഖത്ത് നോക്കി. സാരമില്ല, ഉറങ്ങിക്കോ. കണ്ണടയുമ്പോൾ പൊട്ടുവളകളുടെ കിലുക്കം കേട്ടിരുന്നു. പരുപരുത്ത വിരലുകൾ നെഞ്ചിലും മുടിയിലും സഞ്ചരിക്കുന്നുണ്ടായിരുന്നു. ഒരു നടുക്കത്തോടെ അയാൾ ആലോചിച്ചു. കറുത്ത കരിമ്പടത്തിനു താഴെ ചൂടിക്കട്ടിലിൽ കണ്ണമ്മ കിടക്കുകയാണ്. നെറ്റിയിലെ വിയർപ്പ് വടിച്ചു കളഞ്ഞ അയാൾ ഉറക്കം വിട്ടെഴുന്നേറ്റ പോലെ വിളിച്ചു, രാജേട്ടാ. രാജേട്ടനും ഞെട്ടി ഉണർന്നു. വിരലുകൾ തിരുമ്മിക്കൊണ്ട് അയാൾ പരിഭ്രമത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഞാൻ വന്നത് ഒരു കാര്യത്തിനാണ്. നിനക്കെന്തും ചോദിക്കാം. രാജേട്ടൻ ശാന്തത നടിച്ചുകൊണ്ട് പറഞ്ഞു. എൻ്റെ ഭാര്യയ്ക്ക് ദീനമാണ്. വെല്ലൂരിൽ കൊണ്ടുപോയാലേ മാറൂ എന്നാ പറഞ്ഞത്. അതിന് അയാൾ നിർത്തി. രാജേട്ടൻ എന്തോ പറയാൻ തുനിയുന്നത് കണ്ട് അയാൾ ധൃതിയിൽ തുടർന്നു. നാട്ടിലുള്ള ആ വീടും തോട്ടവും നമ്മുടെ രണ്ടാളുടെയും കൂടിയാണ്. എൻ്റെ പകുതി വിൽക്കണം. എന്നാലേ അവൾക്ക് രക്ഷ കിട്ടൂ. പണത്തിനാണെങ്കിൽ വേണ്ട. അതുമാത്രം ബാക്കി കിടന്നിട്ട് എനിക്ക് വലിയ കാര്യമില്ല. അത് വിൽക്കണമെങ്കിൽ രാജേട്ടൻ്റെയും കൂടി സമ്മതം വേണം. എന്നിട്ടേ ആധാരം എഴുത്ത് തുടങ്ങാൻ വെക്കൂ. രാജേട്ടൻ അവശനായി നിന്നുകൊണ്ട് അത് കേട്ടു. അയാൾക്ക് പലതും പറയാൻ തോന്നി. പക്ഷേ ഒന്നും പറയാനില്ലാത്ത ഒരു ബുദ്ധിശൂന്യനെ പോലെ നിന്നു. ആധാരം എഴുതിയാൽ ഇങ്ങോട്ട് അറിയിക്കാം. വിരോധമുണ്ടോ? അയാൾ പ്രയാസപ്പെട്ടു പറഞ്ഞു. ഇല്ല. അപ്പോൾ കണ്ണുകൾ നനയുകയായിരുന്നു. അയാൾ പൊടുന്നനെ മുഖം തിരിച്ചു കളഞ്ഞു. മാളിക മുകളിൽ നിന്ന് റേഡിയോ മൂളുന്നുണ്ടായിരുന്നു. മൂലയിലെ സുന്ദരി ഊഞ്ഞാലാടുന്ന ക്ലോക്ക് ശബ്ദിച്ചു. നേരം 10:30 അനിയൻ എഴുന്നേറ്റു. ഞാൻ 12ന്റെ ജനതയ്ക്ക് മടങ്ങാണ്. ഇന്നിവിടെ താമസിച്ചിട്ട് വേണ്ട. അവിടെ അവൾക്കാരും തുണയില്ല. ചൂടിക്കട്ടിലിൽ കറുത്ത കമ്പിളിക്കടിയിൽ ഞരങ്ങുന്ന ഒരു രൂപം. രാജേട്ടൻ നിർബന്ധിച്ചില്ല. അനിയൻ ചുമരിനോട് ചാരി വെച്ചിരുന്ന പിടിയില്ലാത്ത കുടയെടുത്ത് പോർട്ടിക്കോയിലേക്ക് നടന്നു. രാജേട്ടൻ വാതിൽ തുറന്നു. അനിയൻ ഒതുക്കുകൾ ഇറങ്ങി. എൻ്റെ വക്കീൽ എഴുതും. സമ്മതാണെന്ന് എഴുതി കൊടുത്താൽ മതി. ഞാൻ പോട്ടെ. അയാൾ നടന്നു. പുറത്തെ മഞ്ഞു പുരണ്ട ഇരുട്ടിൽ ഒരു നിഴൽപ്പാട പോലെ അയാൾ വേഗത്തിൽ അലിഞ്ഞു ചേർന്നു. വരണ്ട ചുണ്ടുകൾ നനച്ചുകൊണ്ട് രാജേട്ടൻ അകത്തേക്ക് നടന്നു. സ്വീകരണ മുറിയുടെ മധ്യത്തിലെത്തിയപ്പോൾ കോണിപ്പടികൾ ശബ്ദിക്കുന്നത് കേട്ടു. ഭംഗിയായിരിക്കും. ഇന്ന് ഉണ്ണുന്നു കുളിക്കുന്നു ഒന്നുമില്ലേ?
ഭാഗ്യയുടെ ശബ്ദം കേട്ട് അയാൾ തിരിഞ്ഞു നോക്കിയില്ല. കണ്ണാടി ചില്ല് പതിച്ച മേശപ്പുറത്തേക്ക് ജനലരികിൽ നിന്ന് പാത്രങ്ങൾ എടുത്തിട്ട് അയാൾ പറഞ്ഞു, വേണം. ആരേ നേരത്തെ വന്നിരുന്നത്? അത് നാട്ടിൽ നിന്ന് ആരോ. ആരാ? നീ അറിയില്ല. അവൾ കോണിപ്പടികൾ അമർത്തി ചവിട്ടി കയറിപ്പോയി. തുളച്ചു കയറുന്ന തണുപ്പ് കാറ്റേറ്റുകൊണ്ട് അയാൾ വീണ്ടും ജനാലയുടെ അഴികൾ പിടിച്ചു നിന്നു. മുറ്റത്തെ മന്ദാര പടർപ്പുകളിൽ മിന്നാമിനുങ്ങുകൾ ഇരുട്ടിൽ ഒളിച്ചു കളിക്കുകയായിരുന്നു.